ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെമിഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 4 മാസം ആവുകയാണ്, 120 ദിവസം ആവുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്, വളരെ അഭിമാനമുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ഈ ചാനലിലൂടെ എനിക്ക് നേടാൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും ചാനൽ തുടങ്ങുമ്പോൾ പ്രതീക്ഷിച്ചില്ല ഇത്ര അധികം റീച്ച് കിട്ടുന്നു, ഇത്ര അധികം ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നു ഒന്നും വിചാരിച്ചില്ല. പക്ഷേ ഈ ചാനലിലൂടെ ഇപ്പോൾ കുറേ നീറ്റ് ആസ്പിരൻസ് ഡൗട്ട് ചോദിക്കാറുണ്ട്, മെസ്സേജസ് അയക്കാറുണ്ട്, കുറേ MBBS കുട്ടികൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു റെസ്പോൺസ് തന്നതിൽ. എല്ലാത്തിനും നിങ്ങളോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു ഡേ എനിക്ക് സ്പെഷ്യൽ ആക്കണം എന്ന് തോന്നി. അപ്പോൾ എങ്ങനെ സ്പെഷ്യൽ ആക്കുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു Q&A വീഡിയോ ചെയ്താലോ എന്നുള്ള ഒരു ആശയം വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറ്റുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാമെന്നുള്ള രീതിക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെ കിട്ടി. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ആയിട്ട് കുറേ കമൻസും കുറേ മെസ്സേജസും ഒക്കെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് പിക്ക് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഉത്തരം തരാൻ പോവുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരോടും ഒന്നുകൂടി നന്ദി പറയുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം, എല്ലാ വീഡിയോസൊക്കെ ഫോളോ ചെയ്ത് കൂടുതൽ പേരോട് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടുമാണ് എൻ്റെ പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു ചെറിയ കമൻറ്റ് നിങ്ങളോട് വായിച്ചു തരാൻ പോവാണ്. കഴിഞ്ഞ ദിവസമുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറേ അധികം പേര് നീറ്റ് ബേസ്ഡ് ആയിട്ടും MBBS ബേസ്ഡ് ആയിട്ടുള്ള കുറേ കൺസേൺസ് ചോദിച്ചു, കുറേ അധികം ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഈ കമൻറ്റ് വായിക്കണം എന്ന് തോന്നി. ഈ കമൻറ്റ് കണ്ടപ്പോൾ ആക്ച്വലി വളരെ പ്രൗഡായി. ഞങ്ങളെപ്പോലുള്ള ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇത്തരം കമൻസും ഇത്തരം വേർഡ്സൊക്കെ വളരെ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ജസ്റ്റ് വായിക്കുകയാണ്. ഈ കുട്ടി ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു പോയം രീതിയിലാണ് അവൾ ആ ഒരു വേർഡ്സ് പറഞ്ഞത്. Though you are made of pixels, your words teach broken thoughts. Like rain on a burning day, you calm the storm I fought. Mock tests roar like thunder, your videos felt like home. A quiet shelter in chaos where I didn't feel alone. May you reach more heights than you ever dreamed of. ഇപ്പോൾ ഈ ഒരു പോയിന്റ് കണ്ടിട്ട് ഒരു നീറ്റ് ആസ്പിരൻ്റ് എഴുതിയാന്ന് തോന്നുന്നു. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ആ ഒരു നീറ്റ് ആസ്പിരൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ. വളരെ ഹാപ്പിയാണ്. ഒരാളുടെ ജീവിതത്തിലെങ്കിലും എനിക്ക് ഈ ഒരു വീഡിയോസിലൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ദാറ്റ്. നല്ലോണം എക്സാം എഴുതുക, വേണ്ട മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല കുട്ടികളും മെസ്സേജ് അയച്ചത് ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, ജസ്റ്റ് ഒന്ന് ഫാമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. എൻ്റെ പേര് അനന്തു, ഫുൾ നെയിം അനന്തദേവ് NR എന്നാണ്. ഞാനിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS വിദ്യാർത്ഥിയാണ്. 2023 നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഞാനൊരു റിപ്പീറ്ററാണ്. റിപ്പീറ്റും ചെയ്തത് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലാണ്. റിപ്പീറ്റ് ചെയ്തത് ഓൺലൈനായിട്ടാണ്. റിപ്പീറ്റ് ചെയ്തത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്. കുഞ്ഞു ഫാമിലിയാണ്, ഞങ്ങൾ 3 ആൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പം അച്ഛൻ്റെ പേര് നാരായണൻ എന്നാണ്. അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്, ഇവിടെ ബാലുശ്ശേരി തന്നെയാണ് ഓടുന്നത്. അമ്മയുടെ പേര് രചന എന്നാണ്. അമ്മ ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു ഫാമിലി. ഒഫീഷ്യലായിട്ട് നമുക്ക് Q&A വീഡിയോത്തെ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വിസിബിൾ ആക്കി വെച്ചത്. ക്വസ്റ്റ്യൻസ് എഴുതിയ ഈ ഒരു അക്കൗണ്ട് ഞാൻ വിസിബിൾ ആക്കി വെച്ചില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് യു കുഡ് മീറ്റ് യുവർ യങ്ങർ സെൽഫ്, വാട്ട് വുഡ് യു ടെൽ ഹിം? നീറ്റ് ബേസ്ഡോ MBBS ബേസ്ഡോ ഉള്ള ഒരു ചോദ്യമല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. എനിക്ക് എൻ്റെ പാസ്റ്റിനെ തന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ, എനിക്ക് എൻ്റെ പഴയ ആ ചെറിയ കുട്ടീനെ തന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അവനോട് എന്തായിരിക്കും പറയുന്നതാണ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ അവനോട് പറയും, ഇപ്പോഴുള്ള ജീവിതം നല്ലോണം എൻജോയ് ചെയ്ത് ജീവിക്കുക, മാക്സിമം മൊമെൻറ്റ്സ് ഉണ്ടാക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ജീവിതം പിന്നെ കിട്ടൂല. നമുക്ക് വയസ്സ് കൂടുന്തോറും നമുക്കറിയാം ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനുണ്ടാവും, നമുക്ക് വേറെ ഓരോ ജോലി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം വയസ്സ് കൂടുന്തോറും നമ്മൾ ബിസി സ്കെഡ്യൂളിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഏജ് ഒരിക്കലും കിട്ടൂല. മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന ഓരോ മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ പഠിക്കുക. ആ മിസ്റ്റേക്സ് പിന്നെ ഒരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്യരുതെന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്സും നമ്മൾ മിസ്റ്റേക്സ് ചെയ്തു ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുക. ആ മിസ്റ്റേക്സ് ഒരിക്കലും വരുത്തൂല എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലോണം ജീവിക്കാൻ ശ്രമിക്കണം എന്ന് പറയും. പിന്നെ ജീവിതത്തിൽ കുറേയധികം ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മളുടെ ഈ ജീവിതം എന്ന ലോങ് റണ്ണിൽ കുറേയധികം ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മൾ വിഷമിക്കാൻ ഇടവരും, നമ്മളെ കുറേ ഹിറ്റ് ബാക്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ, നമ്മൾ ഒരിക്കലും തിരിച്ച് ഓടാതെ ധൈര്യമായിട്ട് ഫേസ് ചെയ്തിട്ട് ഓരോ ഫെയിലിയേഴ്സിന്നും ഓരോ മിസ്റ്റേക്സിന്നും പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക, കറക്റ്റ് ചെയ്യുക, ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കുക. ഇത്രയൊക്കെയായിരിക്കും ഞാൻ ആ പഴയ കുട്ടീനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്നാണ്. അപ്പോൾ ഒരു സ്പെസിഫിക് റീസൺസും ഇല്ല ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ. കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്.
ആരെങ്കിലും ഇങ്ങനെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ വിഷ്വലൈസ് ചെയ്യും. ഞാനാണ് ആ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പറയുക, ഞാൻ എന്തൊക്കെയായിരിക്കും പറയുക, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. പിന്നെ നല്ലോണം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. സോ ക്യാമറേനെ പേടിയില്ലായിരുന്നു, സ്റ്റേജിനൊന്നും പേടിയില്ലായിരുന്നു. സോ എന്തായാലും വർത്തമാനം പറയാൻ അറിയാമെന്നറിയായിരുന്നു, പക്ഷേ എന്തായിരിക്കും കണ്ടന്റ്, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. സോ അങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്തു, MBBS ജോയിൻ ചെയ്തു. കുറേയധികം MBBS കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യേണ്ട ഒരു ഇൻസ്റ്റൻസ് വന്നു. അപ്പം ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടന്റ് കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ വിഷ്വലൈസ് ചെയ്യാണ്, ഞാൻ ചെയ്ത എങ്ങനെ ഉണ്ടാവുമെന്ന് വിഷ്വലൈസ് ചെയ്യാണ്. എനിക്ക് ആഗ്രഹം വരികയാണ് അനൂജ് പച്ചൽ സാറ്, അങ്ങനെ കുറേ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ എനിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയാലോ എന്നൊക്കെ ആഗ്രഹം വന്നു. സോ ഉള്ള ഗാഡ്ജറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എന്തിടണം, എവിടെ തുടങ്ങണം ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് അന്ന് സർജറി OT ആണെന്ന് മാത്രം ഓർമ്മയുണ്ട്. സോ സർജറി OTയിലേക്ക് പോകുന്ന പല പല വിഷ്വൽസ് ഞാൻ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് എടുത്തിട്ട് ഒരു സർജറി ക്ലിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 1 മിനിറ്റ് 2 സെക്കൻഡ്, അതായത് ഷോർട്സും അല്ല അതേസമയം ലോങ് വീഡിയോ അല്ല, അത്ര പോലും അറിയില്ലായിരുന്നു. സോ വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടു. അപ്പം വലിയ ഊക്കൊന്നും കിട്ടിയില്ല, വലിയ നെഗറ്റീവായിട്ടുള്ള എനർജി ഒന്നും കിട്ടിയില്ല, പോസിറ്റീവായിട്ടുള്ള കുറേ റിപ്ലൈസ് കിട്ടി. ക്ലാസ്മേറ്റ്സ് ഒക്കെ പറഞ്ഞു നമ്മുടെ ഇടയിലൊന്നും യൂട്യൂബ് ചാനലുള്ള ആരും ഇല്ലല്ലോ, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, എവിടെ എത്തുന്നൊന്നും വിചാരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കുന്നുള്ള രീതിക്ക് എല്ലാവരും പറഞ്ഞു. അപ്പം ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തു, ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു, ചാനൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. സോ അങ്ങനെ തുടങ്ങുകയാണ് ഹേ മെഡിക്കോ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ. ഇപ്പം ദൈവം സഹായിച്ച് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൂടി 2000 സബ്സ്ക്രൈബേഴ്സോട് അടുത്തിരിക്കുകയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 1994 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ സ്മോൾ തിങ് ദാറ്റ് സമവൺ ഡിഡ് ഫോർ യു ദാറ്റ് യു സ്റ്റിൽ റിമെമ്പർ? എൻ്റെ ജീവിതത്തിലെ ഓരോ ഫേസിലും പല പല ആൾക്കാർ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഹേ മെഡിക്കോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ലായിരുന്നു, നീറ്റ് ക്രാക്ക് ചെയ്ത ഒരു അനന്തദേവ് എന്ന് പറഞ്ഞ MBBS സ്റ്റുഡൻറ്റ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പം മെജോറിറ്റി ഓഫ് ദ ഫേസിലും അല്ലെങ്കിൽ 99.9% ഫേസിലും എന്നെ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടുള്ളത് എൻ്റെ പാരൻസ് തന്നെയാണ്. എൻ്റെ പാരൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തകർന്ന് കിടന്നാൽ ഞാൻ റിപ്പീറ്റിന് പോകില്ലായിരുന്നു, റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യില്ലായിരുന്നു. സോ ഞാൻ ജീവിതത്തിൽ തകർന്ന് കിടന്ന ഓരോ നിമിഷവും എന്നെ കൂട്ടി യോജിപ്പിച്ചത് എൻ്റെ പാരൻസാണ്, അവരുടെ സപ്പോർട്ടാണ്, അവരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന തന്നെയാണ് ഏറ്റവും വലിയ തിങ്. അത് കഴിഞ്ഞാൽ MBBS കിട്ടി. ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ ഈ യൂട്യൂബ് ചാനൽ ബേസ്ഡ് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കഥ ഞാൻ പറഞ്ഞല്ലോ അല്ലേ. സർജറി ക്ലിനിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു, വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പം കുറേയധികം ഊക്ക് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എല്ലാവരും പോസിറ്റീവായിട്ട് റിപ്ലൈ നൽകുന്നു, എല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ജസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് എനിക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നിന്നത് എൻ്റെ ക്ലാസ്സിലെ ആര്യയാണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, നീ ഇതിൽ ഹാപ്പി ആണെങ്കിൽ നീ കണ്ടിന്യൂ ചെയ്തോ, ബാക്കിയുള്ളവർ പറയുന്ന ഒന്നും നോക്കണ്ട, ഞാൻ എനിക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇല്ലായിരുന്നെങ്കിൽ ഹേ മെഡിക്കോ എന്ന് പറഞ്ഞ ചാനൽ ഒരിക്കലും പോസിബിൾ ആവില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ തംബ്നെയിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോസിലെ പല തംബ്നെയിൽസും അവളാണ് ഉണ്ടാക്കി തരുന്നത്. സോ ദാറ്റ് ലിറ്റിൽ തിങ്സ്, ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് ലിറ്റിൽ സപ്പോർട്ട് ഷീ ഗേവ് മീ, ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവുന്നത് ഈ ഹേ മെഡിക്കോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇത്ര അധികം സക്സസ് ആവാൻ ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവുന്ന ഒരു വ്യക്തി ആര്യ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പല ഫേസിലും പല ആൾക്കാർ, എൻ്റെ ഗ്രാൻഡ് പാരൻസ്, അവരുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സാധ്യമാവില്ലായിരുന്നു, അവരുടെ സപ്പോർട്ട്. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന ദേവനായാലും നെവിനായാലും, അവരൊക്കെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ, ഈ ഒരു ചെറിയ ഫാമിലി ഒരിക്കലും ക്രിയേറ്റ് ആവില്ലായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ നെവിനും ദേവനും ഒക്കെയാണ് CapCut എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നത്. സോ those all little things add up in this YouTube channel. ഈ ഒരു സക്സസ്, ഈ ഒരു ലിറ്റിൽ ഫാമിലിക്ക് അവർക്കൊക്കെ വലിയ റോളാണുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഡ് യു എവർ റിഗ്രറ്റ് ഗോയിങ് ഫോർ റിപ്പീറ്റ് എന്നാണ്. ഇതിൻ്റെ ഉത്തരം ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ റിപ്പീറ്റിലും റിപ്പീറ്റിലും അനുഭവിച്ച എല്ലാ എക്സ്പീരിയൻസും അടങ്ങിയ മൈ നീഡ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു വീഡിയോ എൻ്റെ ചാനലുണ്ട്. കാണാത്തവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണുക. ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല റിപ്പീറ്റ് എന്ന ചോയ്സ്. കാരണം റിപ്പീറ്റ് എന്ന് പറഞ്ഞ ചോയ്സ് എൻ്റെ മാത്രമായിരുന്നു. റിപ്പീറ്റിൽ ഞാൻ ഉഴപ്പിയത് കൊണ്ടും റിപ്പീറ്റിൽ ഞാൻ എൻ്റെ ഫെസിലിറ്റീസും എൻ്റെ ഒരു കംഫർട്ട് സോണും ഓവർ മിസ്യൂസ് ചെയ്തുകൊണ്ടും മാത്രമാണ് എനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് നഷ്ടമായത്. സോ റിപ്പീറ്റിൽ ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു വിഷമം ഫേസ് ചെയ്യേണ്ടി വന്നത്. സോ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പം എനിക്ക് വിഷമത്തിനേക്കാൾ ഉപരി ഒരു വാശി തന്നെയായിരുന്നു. എനിക്ക് എന്നോട് തന്നെ ഒരു വാശിയായിരുന്നു. ഞാൻ കഴിഞ്ഞ കൊല്ലം വരുത്തിയ മിസ്റ്റേക്സ് ഒന്നും ഈ കൊല്ലം വരുത്തൂല, ഈ കൊല്ലം എങ്ങനെയെങ്കിലും എൻ്റെ ഡ്രീം ആയിട്ടുള്ള MBBSലേക്ക് ഞാൻ എത്തുന്നുള്ള ഒരു വാശീൻ്റെ പുറത്താണ് ഞാൻ റിപ്പീറ്റിന് പോയത്. റിപ്പീറ്റ് വാസ് ജസ്റ്റ് മൈ ചോയ്സ്. അപ്പോൾ എൻ്റെ ചോയ്സാണ്. എൻ്റെ ചോയ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടി. ഞാനിപ്പം MBBS പഠിക്കുകയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്രീം ലിവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ്
സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. സോ റിപ്പീറ്റ് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ഡ്രീം സെറ്റ് ചെയ്യുക, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി നിങ്ങൾ എത്ര കഷ്ടപ്പാടും എത്ര സാക്രിഫൈസസും ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ ആ ഡിസിഷനിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. സോ ഫൈനലി ഐ ആം അറ്റ് മൈ ഡ്രീം. ഞാൻ ഇപ്പോൾ MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ നെവർ റിഗ്രറ്റ് ദിസ് ഡിസിഷൻ ഓഫ് റിപ്പീറ്റ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഏജ് ആൻഡ് ഡസ് ഏജ് റിയലി മാറ്റർ ഇൻ MBBS? നിങ്ങളുടെ ഏജ് എത്രയാണ്? MBBSലെ ഏജ് ഒരു ഫാക്ടർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഏജ് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചത് ഫെബ്രുവരി 4, 2004 അപ്പോൾ ഇപ്പോൾ 21 വയസ്സാണ് എനിക്കുള്ളത്. ഇപ്പോൾ സെക്കൻഡ് ഇയർ MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MBBS എന്ന് പറഞ്ഞൊരു കോഴ്സിൽ ഏജ് ഡസൻ മാറ്റർ റിയലി. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമുക്കത് മാറ്റർ ആയി തോന്നുന്നില്ലെങ്കിൽ അത് ഒരിക്കലും മാറ്റർ ആവുന്ന കാര്യമല്ല. അപ്പോൾ പല കോഴ്സുകൾ കഴിഞ്ഞിട്ട്, നഴ്സിംഗ് കഴിഞ്ഞിട്ടാവട്ടെ, BA-MS കഴിഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി വിട്ടിട്ട് ഈ ഒരു MBBS ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത് വന്നവരാവട്ടെ, അങ്ങനെ പല പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ MBBS ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഏജ് ഒരു ലിമിറ്റേഷൻ ആണെന്ന് നമുക്ക് തോന്നാത്തിടത്തോളം കാലം ഇറ്റ് ഡസൻ മാറ്റർ. അപ്പോൾ പല ഏജ് ഗ്രൂപ്പ്സിലുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ ആണെങ്കിൽ 25 ഇയേഴ്സ് ഉള്ള കുട്ടികളുണ്ട്, 24 ഇയേഴ്സ് ഉള്ള കുട്ടികളുണ്ട്, 20 ഇയേഴ്സ് ഉള്ള ഫസ്റ്റ് ചാൻസ് കുട്ടികളുണ്ട്. സോ ഏജ് ഡസൻ മാറ്റർ ഇൻ ദിസ് കോഴ്സ് റിയലി. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ തിങ് യു വിഷ് എവറി നീറ്റ് ആസ്പിരൻറ്റ് ഷുഡ് നോ ബിഫോർ ജോയിനിങ് MBBS? അപ്പം MBBS എന്നൊരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ എല്ലാം നേടിയില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. MBBS എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ആൻ അഡൽട്ട് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. നമ്മളെ ഫ്രീഡത്തിന് വിട്ടിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് പഠിക്കുക. അവർ ക്ലാസ് മാത്രം എടുത്തരും, നമ്മളെ നോക്കാൻ ഒരാളുണ്ടാവില്ല, നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാവില്ല. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി ആർ റിയാക്ടിങ് ടു ദ സിറ്റുവേഷൻ. അപ്പം നമ്മളുടേതായിട്ടുള്ള ഒരു ലോകത്തായിരിക്കും. സോ ഓവറായിട്ടുള്ള ഫ്രീഡം ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, വഴിതെറ്റി പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക, നല്ലൊരു ജീവിതം ജീവിക്കുക. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നീറ്റ് എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം എഴുതിയിട്ടാണ് ഇങ്ങനെ ഒരു സീറ്റ് ലഭിച്ചത്. സോ ആ സീറ്റിൻ്റെ പ്യൂരിറ്റി കളയരുതെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു MBBS എന്ന ഗോൾ അച്ചീവ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളൊരു ഡോക്ടർ ആയില്ല. നമ്മൾ MBBSലെ 5 വർഷ കോഴ്സ് നല്ലോണം പഠിക്കണം, നല്ലൊരു ബ്രാഞ്ച് PG എടുക്കണം. സോ അവർ ഹസിൽ ഡസിൻ സ്റ്റോപ്പ് ഇയർ. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, നമ്മളൊന്ന് സെറ്റിൽ ചെയ്യുക, പുതിയ എൻവയോൺമെൻറ്റ് ആയിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് ഹസ്ലിങ്, സ്റ്റാർട്ട് സ്റ്റഡിങ്. സോ ഒരിക്കലും നമ്മുടെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യരുത്, ഒരിക്കലും ലേസി ആവരുത്, ഒരിക്കലും നമ്മുടെ മൈൻഡ് സെറ്റ് മാറരുത്. നമ്മളെല്ലാവരും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ MBBS പഠിക്കുന്നത് നല്ലൊരു ഡോക്ടേഴ്സ് ആവാനാണ്. സോ അക്വയർ ഇനഫ് നോളേജ് ഫ്രം ക്ലിനിക്സ്. നല്ലോണം പഠിക്കുക, അത്ര തന്നെ പറയാനുള്ളൂ. ഒരിക്കലും ഈ ഒരു MBBSൽ കിട്ടുന്ന ഓവറായിട്ടുള്ള ഫ്രീഡം എൻവയോൺമെൻറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് ബാഡ് രീതിയിലേക്ക് പോവാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടിയുടെ കൺസേൺ ആണ്. സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഒരു കുട്ടിക്ക് 1 ഇയർ കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. ഇപ്പം +2 ബോർഡ് എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന പല കുട്ടികളും ഈ ഒരു മെസ്സേജ് എനിക്ക് പേഴ്സണലായിട്ട് പല ടൈമിലായിട്ട് അയച്ച് കണ്ടുവരുന്നുണ്ട്. അപ്പം പല കുട്ടികളുടെയും കൺസേൺ ആണ് ഈ കുട്ടിയും ചോദിക്കുന്നത്. എനിക്ക് പറ്റുമോ, എനിക്ക് ഇനിയുള്ള ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അപ്പം അച്ചീവബിൾ ആണ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അച്ചീവ് ചെയ്ത ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഞാനും ഒരു സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥിയാണ്. ഞാൻ +1 +2 പഠിച്ചത് ഒരു ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിലാണ്. അപ്പം ഞാനും നീറ്റ് ക്രാക്ക് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. സോ ദർ ആർ ഇനഫ് എക്സാമ്പിൾസ് ടു പ്രൂവ് ദാറ്റ് ഈസ് അച്ചീവബിൾ. പക്ഷേ ഓൾ ഇറ്റ് മാറ്റേഴ്സ് ഈസ് ഹൗ മച്ച് എഫേർട്ട് യു ആർ റെഡി ടു പുട്ട്. നിങ്ങൾക്ക് +2 ഒരു തറോ ആയിട്ടുള്ള കോൺസെപ്ച്വൽ ഐഡിയ ഉണ്ടോ? നിങ്ങൾ ഇനിയുള്ള ഒരു കാലം നല്ലോണം വർക്ക് ചെയ്യാൻ തയ്യാറാണോ? എല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിക്ക് പഠിക്കാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ച് MCQs നിരന്തരം സോൾവ് ചെയ്തിട്ട് നല്ല മനോധൈര്യത്തോടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുക. ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ ദിസ് ഗോൾ ഈസ് അച്ചീവബിൾ. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ? നിങ്ങളുടെ ഗോൾ എന്തായാലും അച്ചീവബിൾ ആയിരിക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ സ്റ്റേറ്റ് സിലബസ് ഇല്ല, CBSE ഇല്ല, ഒന്നുമില്ല. ആരാണ് കൂടുതൽ എഫേർട്ട് ഇടുന്നത് അവന് കിട്ടുന്ന എക്സാമാണ് കോമ്പറ്റീറ്റീവ് എക്സാം. സോ നല്ലോണം വർക്ക് ചെയ്യാൻ തയ്യാറായ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ധൈര്യമായിട്ട് ഡ്രോപ്പ് ചെയ്തോളൂ, ധൈര്യമായിട്ട് വർക്ക് ചെയ്തോളൂ. ദ ഗോൾ ഈസ് അച്ചീവബിൾ. 8ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും പറയും MBBS ടഫാണ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷേ ആസ് എ മെഡിക്കോ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആസ് എ മെഡിക്കോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ MBBS എന്ന ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നല്ലോണം കിടന്ന് പരിശ്രമിക്കും. നല്ല രീതിക്ക് 14 hours a day അല്ലെങ്കിൽ 10 hours a day ഒക്കെ വർക്ക് ചെയ്തിട്ട് ഈ ഒരു MBBS ഗോളിൽ എത്താൻ നല്ലോണം പരിശ്രമിക്കും. ഈ ഒരു MBBS ഗോളിൽ എത്തിയപ്പം നമ്മൾ എല്ലാവരും റിലാക്സ് ആവാനുള്ള ടെൻഡൻസി വളരെ അധികമാണ്. അപ്പോൾ എല്ലാവരും റിലാക്സ് ചെയ്യുന്നു, എല്ലാവരും പഴയ പോലെ പഠിക്കുന്നില്ല. സോ നമ്മളുടെ സബ്ജക്ട്സ് ഇങ്ങനെ അക്കുമുലേറ്റ് ആയി വരികയാണ്. അപ്പോൾ യൂഷ്വലി ഒരു മെഡിക്കൽ ലൈഫിൽ എന്താ
സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിച്ച് തീരേണ്ട ടോപ്പിക്സ് ഒക്കെ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങുന്നത് മോഡൽ എക്സാമിന് അല്ലെങ്കിൽ ശരിക്കുള്ള എക്സാമിനാണ്. സോ ഒരു കൊല്ലമുള്ള വാസ്റ്റ് ടോപ്പിക് MBBS എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സബ്ജക്ട്സുകളും അത്രയും കൂടുതൽ ടോപ്പിക്സും പഠിക്കാനുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇത്രയും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്ട്സ് നമ്മൾ അക്കുമുലേറ്റ് ആയി വെച്ച് നമ്മൾ തുടങ്ങുന്നത് എപ്പോഴാണ്? ഒരു ബോർഡ് എക്സാം അടുക്കുമ്പോഴാണ്. സോ ഒരു കൊല്ലം മൊത്തമുള്ള സിലബസ് ലാസ്റ്റ് 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് 1.5 മാസം കൊണ്ടോ പഠിക്കാൻ നോക്കുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് സ്ട്രെസ്ഡ് അപ്പ് അല്ലേ? നമ്മൾ നീറ്റിന് പഠിക്കാനുള്ള എല്ലാ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ചാപ്റ്റേഴ്സ് ബാക്കി വെച്ചിട്ട് ലാസ്റ്റ് 2 മാസം കൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു അവസ്ഥയാണ് എല്ലാ മെഡിക്കോസും എല്ലാ റിയൽ ലൈഫിലും അനുഭവിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് MBBS ഈസ് എ ഈസി സബ്ജക്ട്. നമ്മൾ ആദ്യം തൊട്ടേ നല്ലോണം പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി ആദ്യം തൊട്ടേ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ വിരലിൽ എണ്ണാവുന്ന അത്രേ ഉണ്ടാവുള്ളൂ. സോ നല്ല രീതിക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച MBBS ഈസ് എൻ ഈസി കോഴ്സ്. MBBS അത്ര സ്ട്രെസ്ഡ് ഒന്നുമല്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ അക്യുമുലേറ്റ് ആവാൻ വെക്കുന്നോ, എത്രത്തോളം നമ്മൾ പോർഷൻസ് പെൻഡിങ് ആവുന്നോ, അത്രത്തോളം നമ്മൾ സ്ട്രെസ്ഡ് അപ്പ് ആവും. അത്ര മാത്രമേ MBBS ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് എന്നാണ്. ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് എൻ്റെ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എൻ്റെ മനസ്സ് തന്നെയാണ്. ജീവിതത്തിൽ കുറേ അധികം ഞാൻ തോറ്റിട്ടുണ്ട്, കുറേ അധികം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം തൊട്ട് എക്കണോമിക്കലി ആയാലും സോഷ്യലി ആയാലും കുറേ അധികം വിഷമിച്ചിട്ട് തന്നെയാണ് ജീവിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ വിഷമങ്ങളൊന്നും എൻ്റെ ജീവിതത്തെ വലുതായിട്ട് ബാധിച്ചിട്ടില്ല, എൻ്റെ മനസ്സിനെ വലുതായിട്ട് തളർത്തിയില്ല. ജീവിതത്തിൽ വിജയിക്കാൻ തന്നെയാണ് എൻ്റെ മനസ്സ് എപ്പോഴും എനിക്ക് ത്വര നൽകിയത്. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ആണെങ്കിലും, 10ാം ക്ലാസ്സിലെ ഫുൾ A+ ആണെങ്കിലും, +2 ഫുൾ A+ ആണെങ്കിലും, +2 ഫുൾ മാർക്ക് ആണെങ്കിലും, അങ്ങനെ ജയിക്കാൻ മാത്രമാണ് എൻ്റെ മനസ്സ് എന്നെ ട്രെയിൻ ചെയ്തത്. സോ എൻ്റെ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അതേസമയം എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ വൃത്തിയായിരിക്കും. സപ്പോസ് നിങ്ങളൊരു സർപ്രൈസ് വിസിറ്റ് എൻ്റെ റൂമിലേക്ക് ഇപ്പോൾ വന്നാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇതാണോ ഒരു MBBSകാരൻ്റെ റൂം? ഇത്രയും വൃത്തികെട്ട റൂമാണോ ഈ ഒരു MBBSകാർ ജീവിക്കുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അപ്പം ഈ ഒരു വൃത്തി, ഈ ഒരു ഹൈജീൻ എൻ്റെ ഒരു ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ട് ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ്. എത്ര കറക്റ്റ് ചെയ്ത് ശ്രമിച്ചാലും മൊത്തത്തിൽ മാറാത്തൊരു വീക്ക്നെസ് ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കൂടുതൽ വൃത്തിയായിട്ടുള്ള ജീവിതം ഈ ഒരു MBBS എന്ന് പറഞ്ഞ കോഴ്സിൽ അത്യാവശ്യമാണ്, ഈ ഒരു പ്രൊഫഷനിൽ അത്യാവശ്യമാണ്. സോ ഐ വിൽ ട്രൈ മാക്സിമം ടു കറക്റ്റ് ദിസ്. അതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സിനും പറ്റി പറയുകയാണെങ്കിലുള്ളത്. ലാസ്റ്റായിട്ട് എല്ലാവരും ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ്, കണ്ടന്റ് ക്രിയേഷൻ ആഫ്റ്റർ എഫക്റ്റ് സ്റ്റഡീസിലുണ്ടോ? ഈസ് ഇറ്റ് പോസിബിൾ ടു മാനേജ് ബോത്ത് എന്നുള്ളത്. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, കുറേ പേർക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. എനിക്ക് എന്തായാലും കണ്ടന്റ് ക്രിയേഷൻ എൻ്റെ സ്റ്റഡീസിന് ഒരിക്കലും ബാഡായിട്ട് ഇമ്പാക്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ലെഷർ ടൈമിൽ മാത്രമാണ് ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങുന്നത്. എനിക്ക് എക്സാംസും കാര്യങ്ങളും എൻ്റെ ബിസി സ്കെഡ്യൂളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ ഒരു കണ്ടന്റ് ക്രിയേഷന് മാറ്റി വെച്ചിട്ട് ആ ഒരു എക്സാംസിനും ആ ഒരു പഠിപ്പിനും തന്നെയാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഞാൻ ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണ്. ഇതൊരു കരിയറായിട്ടോ ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടോ ഒന്നുമല്ല ഞാൻ കണ്ടെടുക്കുന്നത്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ ലെഷർ ടൈമിൽ ചെയ്യുന്ന ഒരു ഹോബി മാത്രമാണ് കണ്ടന്റ് ക്രിയേഷൻ. സോ ഇതുവരെ എനിക്ക് ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ബാഡായിട്ട് എഫക്ട്സ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ അതേസമയം ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നതിന് ശേഷം എനിക്ക് സ്റ്റഡീസ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യമായിട്ട് പറഞ്ഞുള്ള കാര്യം. കാരണം കണ്ടന്റ് ക്രിയേഷന് കുറച്ച് ടൈം പോകും, തമ്പ്നെയിൽ ഉണ്ടാക്കാനായാലും കുറച്ച് വീഡിയോ എഡിറ്റിങ്ങിലായാലും കുറച്ച് ടൈം പോകുന്നുള്ള ഒരു മുൻകരുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ള ടൈം നല്ലോണം പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഉള്ള ടൈം നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. സോ പോസിറ്റീവ് വേയിൽ മാത്രമേ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എൻ്റെ കരിയറിൽ ഇതുവരെ എനിക്ക് ഇമ്പാക്റ്റ് ആക്കിയുള്ളൂ. അതങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇതിനൊരിക്കലും ഞാൻ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. വീണ്ടും പറയാണ്, MBBS ആണ് എൻ്റെ പ്രൈമറി ഇമ്പോർട്ടൻസ്. ഇത്രയ്ക്കായിരുന്നു മോസ്റ്റ് കോമൺലി ആസ്ഡ് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ദിവസത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ 4 months സെലിബ്രേഷനും ഇന്നത്തെ ഈ 2000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള കൊച്ച് ഹേ മെഡിക്കോ എന്ന് പറഞ്ഞ ചാനൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഞാൻ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഈ ഫാമിലി മെല്ലെ മെല്ലെ ഗ്രോ ചെയ്ത് വലിയൊരു ഫാമിലി ആക്കണം എന്നാണ് എൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരോട് റെക്കമെൻഡ് ചെയ്യുക. പുതിയ നീറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ MBBS റിലേറ്റഡ് ക്വാളിറ്റി കണ്ടൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ.